ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഏത് പ്രായത്തിലുള്ള നരയാണെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ ഈസിയാണ് അത് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. അതുപോലെ ഇത് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ നിമിഷം തന്നെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ. ഒരുപാട് പേർക്ക് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ പനിക്കൂർക്കയുടെ തണ്ട് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ തേയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ അളവിൽ കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമ്മൾ 1 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം ഒരു അര ഗ്ലാസ് ആകുന്ന ആ ഒരു അളവിലാക്കി എടുക്കണം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു കറ ആ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങണം കേട്ടോ. നമ്മുടെ കോഫി പൗഡറും തേയിലയും പനിക്കൂർക്കയും ചെമ്പരത്തിയൊക്കെ നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു കറയൊക്കെ ആ ഒരു സത്തൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങണം. ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചൂടോടുകൂടി തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഇതുപോലെ അതിൽ ബാലൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അളവിലെടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ബ്ലാക്ക് ഹെന്ന പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമുക്ക് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ബ്ലാക്ക് ഹെന്ന പൗഡർ. അത് നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസാണ് നമ്മളതിൽ ചേർത്തിരിക്കുന്നത്. ഒരു തവണ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നല്ല നല്ല ഹെയർ പാക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നരയൊക്കെ മാറി മുടി നന്നായിട്ട് കറുക്കാനും മുടി നല്ലപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ കത്താ പൗഡറാണ് കേട്ടോ. കത്താ പൗഡർ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറിലും ആയുർവേദ ഷോപ്പിലും അങ്ങാടി കടയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കത്താ പൗഡർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡ് നോക്കി എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി വാങ്ങാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓയിലൊന്നും ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മുടിയിലൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. ഒരു 2 ആഴ്ച വരേക്കും നമുക്ക് ഈ ഒരു കളറ് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഹെയർ പാക്ക് ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിതുപോലെ ബ്ലാക്ക് ഹെന്ന പൗഡറൊക്കെ വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്നൊക്കെ എടുത്ത് മുടിയൊക്കെ ഒന്ന് നരച്ചിരിക്കുകയാണോ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറാക്കിയൊക്കെ എടുക്കണമെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ പെട്ടെന്ന് തന്നെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ബ്ലാക്ക് ഹെന്ന പൗഡർ വീട്ടിൽ തയ്യാറാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്